ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്യുന്ന സന്തോഷത്തിന് സദ്വാർത്ത പരമ്പരയുടെ 101-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് സ്ലീവായ്ക്ക് ശേഷമുള്ള രണ്ടാം ഞായറാഴ്ച. സ്ലീവ കാലത്തെ ഈ രണ്ടാം ഞായറാഴ്ച നമ്മുടെ പരിചിന്തനത്തിനായിട്ട് സഭ നമുക്ക് തരുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വചനഭാഗം. നമുക്ക് ഈ വചനഭാഗം ശ്രവിച്ചുകൊണ്ട് ഇന്നത്തെ വചനചിന്തയിലേക്ക് കടക്കാം. മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പമെടുക്കുവാൻ ശിഷ്യന്മാർ മറന്നിരുന്നു. യേശു പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ, ഫരിസയരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നാം അപ്പമൊന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്നവർ പരസ്പരം പറഞ്ഞു. യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പം ഇല്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കുട്ടി അപ്പകഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? 4000 പേരുടെ 7 അപ്പവും നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത്? ഞാൻ അപ്പത്തെ പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? ഫരിസയരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പത്തിന്റെ പുളിമാവിനെ പറ്റിയല്ല, ഫരിസയരുടെയും സദൂക്കായരുടെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചുകൊള്ളുവാൻ അവൻ അരുളി ചെയ്തതെന്ന് അവർക്കപ്പോൾ മനസ്സിലായി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബറയ്ക്കും. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ വേദഭാഗത്ത് കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്, അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അന്ന് യേശുവിന്റെ കാലത്ത് നിലവിലിരുന്ന പ്രബോധനങ്ങളിൽ, തെറ്റായ പ്രബോധനങ്ങൾക്ക് അവർ വിധേയരാകരുത് എന്ന്. ഇവിടെ പറയുന്നത് ഫരിസയരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ്. ഈ പുളിമാവ് അവരുടെ തെറ്റായ പ്രബോധനങ്ങളാണ് എന്ന് 12-ാം തിരുവചനത്തിൽ പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ വേദഭാഗം അവസാനിക്കുക. ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം 16-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വചനഭാഗത്ത് ഫരിസയരും സദൂക്കായരും യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് വന്നു എന്ന് സുവിശേഷം പറയുകയാണ്. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് തങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നും ഒരു അടയാളം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. യേശു അവരോട് പറയുന്ന വചസ്സുകൾ ശ്രദ്ധേയമാണ്. വൈകുന്നേരം നിങ്ങൾ പറയുന്നു, ആകാശം ചുമന്നിരിക്കുന്നു, അതുകൊണ്ട് കാലാവസ്ഥ പ്രസന്നമായിരിക്കും. രാവിലെ നിങ്ങൾ പറയുന്നു, ആകാശം ചുമന്നിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ഇപ്രകാരം സൂക്ഷ്മമായി ഇതിന്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയുന്ന നിങ്ങൾ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാതെ ജീവിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പ് അവർ കൊടുക്കുകയും, ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു, എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളം അതിന് നൽകപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ പശ്ചാത്തല ഭാഗമായ 16-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനഭാഗം അവസാനിക്കും. യോനായുടെ അടയാളം പശ്ചാത്താപത്തിന്റെ അടയാളമാണ്. യോനയുടെ അടയാളം 3 ദിവസം മത്സ്യത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞ അടയാളമാണ്. കർത്താവായ യേശു 3 ദിവസം കല്ലറയിൽ കഴിഞ്ഞുകൊണ്ട് ഉദ്ധാന ജീവിതത്തിലേക്ക് കടന്നു വന്ന അനുഭവം ഉള്ള ആദിമ ക്രൈസ്തവ സമൂഹത്തിന് യോനായുടെ അടയാളം പശ്ചാത്താപത്തിലേക്ക് ഫരിസയരെയും സദൂക്കായരെയും യേശു ക്ഷണിക്കുന്ന അടയാളമാണെന്ന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ഇന്നത്തെ സുവിശേഷ ഭാഗത്തേക്ക് നാം കടന്ന് ചിന്തിക്കുമ്പോൾ കാണുന്ന ഈ പുളിമാവിന്റെ ചിന്ത, ആ പ്രമേയം വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ
രണ്ടർത്ഥത്തിൽ പുളിമാവ് യേശു ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഉപമ യേശു പറയുന്നിടത്ത് ദൈവരാജ്യത്തെ ഒരു സ്ത്രീ 3 ടങ്ങഴി മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്ത് വെച്ച പുളിപ്പ് പോലെയാണ് എന്ന് പറയുന്ന ഉപമ. ചെറുതെന്ന് തോന്നുന്ന ഒരു കടുകുമണി അത് വിതയ്ക്കപ്പെട്ട് വലിയ വൃക്ഷമായി അനേകർക്ക് ചേക്കേറുവാൻ തക്കവണ്ണം അത് തന്നെ ഈ സമൂഹത്തിന് സമർപ്പിക്കുന്നത് പോലെയാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞിട്ട് യേശു പറയുന്ന ഒരു ഉപമയാണിത്. കുറഞ്ഞോന്ന് പുളിമാവ് കൂടുതലുള്ള ആ മാവിൽ ചേരുമ്പോൾ അതിന് മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ ദൈവരാജ്യം എന്നുള്ളത് അത് എല്ലാവർക്കും വേണ്ടി സാർവത്രികമായി സംജാതമാകുന്ന ഒരു അനുഭവമാണ്. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതിന് അപ്രകാരം ദൈവരാജ്യത്തിന്റെ ചിന്തകള് വലിയ സ്വാധീനം ഈ സമൂഹത്തിൽ ചെലുത്തുവാൻ സാധിക്കുന്നതാണെന്ന് പഠിപ്പിക്കുന്നതിന് ഈ ഉപമ യേശു ഉപയോഗിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിന്റെ സ്വഭാവവും ദൈവരാജ്യത്തിന്റെ സാർവത്രികതയും ശക്തിയുമാണ് പ്രത്യേകമായിട്ട് ഇവിടെ അവതരിപ്പിക്കുക. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഈ പുളിമാവിന്റെ വളരെ വ്യത്യസ്തമായ ഒരു ചിന്ത സുവിശേഷനിലൂടെ യേശു കൈമാറും. പുളിമാവിന്റെ ദൂഷ്യവശത്തെ കുറിച്ച് പറയുന്നു. തെറ്റായ പ്രബോധനം മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കുവാൻ ശക്തിയുണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്ന വേദഭാഗമാണ്. ഇവിടെ യേശു പറയുന്നു, ഫരിസേയരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇതിന്റെ സമാന്തര ഭാഗമായ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള അതിന്റെ ഭാഗത്ത് സദൂക്കായർ എന്നതിന് പകരം ഹെറോദ്യർ എന്നാണ് പറയുക. അപ്പോൾ 3 തരത്തിലുള്ള വ്യക്തികളുടെ പ്രബോധനങ്ങളെയാണ് യേശു തൻ്റെ സുവിശേഷത്തിൽ പ്രഘോഷണത്തിൽ പുളിമാവായി ചിത്രീകരിക്കുക. ഒന്നാമതായി ഫരിസേയരുടെ പ്രബോധനം. ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങൾക്കും നിയമങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആത്മീയമായ ഉൾചൈതന്യമില്ലാതെ സ്നേഹരഹിതമായി പെരുമാറുന്ന ഒരു സമൂഹത്തിന്റെ പ്രതീകമാണ് ഫരിസേയരുടെ പ്രബോധനം. സദൂക്കായരാകട്ടെ പുനരുദ്ധാനമില്ല എന്ന് പഠിപ്പിച്ചിരുന്ന സമൂഹമാണ്. ഒരു മരണാനന്തര ജീവിതം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ചും ഭാവിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ചിന്തയാണ് സദൂക്കായരുടെ ചിന്ത. യേശുവിന്റെ പഠിപ്പിക്കലുമായിട്ട് ചേർന്ന് പോകുന്നതല്ല. അതുകൊണ്ടാണ് സദൂക്കായർ വന്ന യേശുവിനോട് പുനരുത്ഥാനത്തില് 7 സഹോദരന്മാര് ഒരേ സ്ത്രീയെ തന്നെ വിവാഹം കഴിച്ചിട്ട് ഓരോരുത്തരുടെയും സമയത്ത് അവർ മരിച്ചു പോകുമ്പോൾ, സന്താനമില്ലാതെ മരിച്ചു പോകുമ്പോൾ 7 പേരും അവളെ വിവാഹം കഴിച്ചിട്ടും പുനരുത്ഥാന ശേഷം അവൾ ആരുടെ ഭാര്യയായിരിക്കും എന്നുള്ള ചോദ്യം ചോദിക്കുന്ന സമൂഹം. യേശു പറയുന്ന മറുപടി, പുനരുത്ഥാന ജീവിതത്തിൽ അവർ വിവാഹം കഴിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള മനോഹരമായ ഉത്തരമാണല്ലോ യേശു കൊടുക്കുക. ഇപ്രകാരം പുനരുത്ഥാനം എന്നുള്ളത് യേശുവിന്റെ പഠിപ്പിക്കലിന് വില കൽപ്പിക്കാത്ത ഒരു സമൂഹം, അതാണ് സദൂക്കായരുടെ സമൂഹം. അവരുടെ പ്രത്യേകമായ പ്രബോധനത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. ഈ 2 പ്രബോധനങ്ങളാണ് യേശു എടുത്തു പറയുക. മർക്കോസിന്റെ സുവിശേഷത്തില് ഹേരോദ്യരുടെ പ്രബോധനം എന്ന് സദൂക്കാരുടെ പ്രബോധനത്തിന് പകരം ചേർന്നു. രാഷ്ട്രീയമായ മാനം യഹൂദന്മാർക്ക് കൽപ്പിക്കുന്നതിന്, രാഷ്ട്രീയ കൂട്ടായ്മയായിട്ട് യഹൂദ കൂട്ടായ്മയെ അവതരിപ്പിക്കുന്നതിന് ശ്രമിച്ച ഒരു ചിന്താധാരയാണ് ഹെരോദ്യ ചിന്താധാര. നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിൽ പ്രബലമായിരുന്ന, യേശുവിന്റെ കാലത്ത് പ്രബലമായിരുന്ന ഒരു പ്രബോധനമാണ് ഹെരോദ്യ പ്രബോധനം. അത് യേശുവിന്റെ പഠിപ്പിക്കലിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് അവരെ സൂക്ഷിക്കുവാൻ പറയുന്ന യേശുവിന്റെ വചസ്സുകളാണ് മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്. നാം തിരിച്ച് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഫരിസേയരുടെ പ്രബോധനവും സദൂക്കാരുടെ പ്രബോധനവും
നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണെന്ന് പറയുവാൻ അവരുടെ രണ്ടു കൂട്ടരുടെയും പുളിമാവിനെ സൂക്ഷിക്കുവിൻ എന്നാണ് യേശു പറയുന്നത്. ഫരിസേയരുടെ പുളിമാവും സദൂക്കാരുടെ പുളിമാവും പ്രബോധനമാണ്, തെറ്റായ പ്രബോധനമാണെന്ന് തന്റെ ശിഷ്യന്മാർ മനസ്സിലാക്കുന്നില്ല. അതിന് കാരണം ഈ സുവിശേഷ ഭാഗത്തിന്റെ തൊട്ടു പിമ്പിൽ യേശു പ്രവർത്തിച്ച അപ്പം വർദ്ധിപ്പിക്കലിന്റെ സംഭവം അവതരിപ്പിക്കുന്നുണ്ട്. 4 സുവിശേഷകന്മാരും യേശുവിന്റെ അത്ഭുതകരമായ അപ്പം വർദ്ധിപ്പിക്കൽ സംഭവം അവതരിപ്പിക്കും. മത്തായിയും മർക്കോസും 2 സംഭവങ്ങൾ അവതരിപ്പിക്കുന്നു. അവിടെ 5 അപ്പം കൊണ്ട് 2 മത്സ്യവും കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തുന്ന യേശുവിന്റെ ഒരു അത്ഭുതം 4 സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നതാണ്. മത്തായിയും മർക്കോസും കൂട്ടിച്ചേർക്കുന്നത് 7 അപ്പവും കുറച്ച് മത്സ്യവും ഉപയോഗിച്ചുകൊണ്ട്, അതിനെ കർത്താവ് അത്ഭുതകരമായി ഉപയോഗിച്ചുകൊണ്ട് 4000 പുരുഷാരത്തെ തീറ്റിപ്പോറ്റുന്ന സംഭവം. ഈ 2 സംഭവങ്ങളിലും യേശുവിന്റെ ശക്തി, ദൈവികമായ ശക്തി പ്രകടമാണ്. തന്റെ ശ്രോതാക്കളോടുള്ള അനുകമ്പ മൂലം അവർക്ക് ആത്മീയ ഭക്ഷണത്തോടൊപ്പം തന്നെ ഭൗതിക ഭക്ഷണം കൊടുക്കുന്ന യേശുവിന്റെ പ്രവർത്തനം, അവിടെ യേശുവിന്റെ ശക്തി മനസ്സിലാക്കി 12 കുട്ടയിലും 7 കുട്ടയിലും ശേഷിക്കുന്ന അപ്പകഷ്ണങ്ങൾ ശേഖരിച്ച അപ്പസ്തോലന്മാര് അവരുടെ യാത്രയിൽ അപ്പം എടുത്തില്ല എന്നുള്ള ചിന്തയില് യേശു അവരോട് പറയുന്നതാണ് ഈ ഉപമയെന്ന്, അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേകമായ അനുശാസനം എന്ന് അവർ ചിന്തിച്ചു. അതുകൊണ്ട് അവർ ചിന്തിച്ചു, തങ്ങൾ ഗനേസരത്ത് തടാകത്തിന് മറുകരയിൽ നിന്നും പോന്നപ്പോൾ അപ്പം എടുത്തില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ പുളിമാവിനെ കുറിച്ച് യേശു പരാമർശിക്കുക. എന്നാൽ ഇതറിഞ്ഞ യേശു അവരോട് പറഞ്ഞു, അവർ വിളിക്കുകയാണ്, അല്പവിശ്വാസികളെ, അപ്പമില്ലാത്തതിനെ പറ്റി നിങ്ങൾ എന്തിനാണ് പരസ്പരം തർക്കിക്കുന്നത്? നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ്, നിങ്ങളുടെ സഹകരണത്തോടെയാണ് ഞാൻ 5 അപ്പവും 2 മത്സ്യവും വർദ്ധിപ്പിച്ചത്. നിങ്ങളുടെ സഹകരണത്തോടെയാണ് 7 അപ്പവും കുറച്ച് മത്സ്യവും 4000 പേർക്ക് വിഭജിച്ചു കൊടുത്തത്. ഒക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ എന്ന് യേശു ചോദിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, യേശുവിന്റെ ശക്തിയിൽ, ദൈവികമായ ശക്തിയിൽ സംശയിക്കുന്ന ശിഷ്യന്മാരെ യേശു തിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ യേശു പറയുകയാണ്, ഞാൻ നിങ്ങളോട് അനുശാസിച്ചത് ഈ അപ്പത്തെക്കുറിച്ച് പറയുവാനല്ല, മറിച്ച് നിങ്ങളെ തെറ്റിലേക്ക് നയിക്കുന്ന ഇപ്രകാരമുള്ള പ്രബോധനങ്ങളിൽ നിന്നും നിങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന് പറയുവാനാണ്. ഫരിസേയരും സദൂക്കായരും ദൈവരാജ്യത്തിൽ നിന്നും മനുഷ്യരെ അകറ്റുവാൻ നോക്കുമ്പോൾ നിങ്ങൾ അതിന് വിധേയരായി പോകരുത് എന്ന് യേശു അവരോട് പറയുകയാണ്. ഇത് തൊട്ടു മുമ്പുള്ള ഭാഗത്ത് നാം കാണുന്നുണ്ട്, ഫരിസേയരും സദൂക്കായരും യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് അവനെ സമീപിച്ചുകൊണ്ട് തങ്ങൾ സ്വർഗത്തിൽ നിന്നും ഒരു അടയാളം തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവരെ തിരുത്തുന്ന യേശു, അവരുടെ അറിവ് കേവലം മാനുഷികമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന യേശു, അവർക്ക് കൊടുക്കുവാനുള്ള അടയാളം യോനായുടെ അടയാളം മാത്രമാണെന്ന് പറയുന്ന യേശുവിന്റെ വചസ്സുകളാണ് ഈ 16-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനഭാഗത്ത്. യോനായുടെ അടയാളം മാനസാന്തരത്തിന്റെ അടയാളമാണ്, പശ്ചാത്താപത്തിലേക്കുള്ള ക്ഷണമാണ്. അതുകൊണ്ട് ഇപ്രകാരം കർത്താവായ യേശു തന്റെ ശിഷ്യഗണത്തിന് ബോധ്യം കൊടുക്കുമ്പോൾ തെറ്റായ പ്രവണതകളിൽ പോയി പെടാതിരിക്കുവാൻ അവർക്ക് വേണ്ടുന്നതായ മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. കർത്താവിന്റെ ദൈവികമായ ശക്തി അവർ അംഗീകരിക്കണം. അതുപോലെ തന്നെ അവർ തെറ്റായ പ്രബോധനത്തിന് വിധേയരാകരുത്. യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് പ്രവർത്തിച്ച അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന എല്ലാവരും അവതരിപ്പിച്ചിരിക്കുന്ന ഈ അപ്പം വർദ്ധിപ്പിക്കൽ സംഭവം യേശുവിലുള്ള അവരുടെ ആശ്രയവും ചിന്തയും ഉറപ്പിക്കുന്നതോടൊപ്പം അവരുടെ വിശ്വാസത്തിലേക്ക് അവരെ വീണ്ടും വിളിക്കുകയാണ്. യേശുവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഈ 2 സംഭവങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ അനന്തമായ ദൈവിക ശക്തിയെക്കുറിച്ച് ബോധ്യമുള്ളവരാക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ
യേശുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഈ മുന്നറിയിപ്പിന് വിധേയരായി അവർ ജീവിക്കണമെന്നും അവർ വഴിതെറ്റിപ്പോകരുതെന്നും അവർ അബദ്ധ പ്രബോധനങ്ങൾ വിധേയരാകരുതെന്നും യേശു അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കും. സ്നേഹമുള്ളവരെ, 12-ാം തിരുവചനം ഇപ്രകാരം പറയുകയാണ്: അപ്പത്തിന്റെ പുളിമാവിനെ പറ്റിയല്ല, ഫരിസയരുടെയും സദൂക്കാരുടെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ അരുളി ചെയ്തതെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി. യേശുവിന്റെ ശിഷ്യന്മാർക്ക് യേശുവിന്റെ ഉദ്ദേശം അവസാനം മനസ്സിലാവുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് തരുന്ന ഈ പുളിമാവിന്റെ ചിന്ത, ഈ പുളിമാവ് വേദപുസ്തക പശ്ചാത്തലത്തിൽ ദൈവരാജ്യത്തെ പരാമർശിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു പ്രതീകമായും അബദ്ധ പ്രബോധനങ്ങളെ അവതരിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രതീകമായും നാം കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ടും കർത്താവിന്റെ വചസ്സുകള്, പ്രബോധനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമൂഹമായി നാം ഉറച്ചു നിൽക്കണമെന്ന് യേശുവിന്റെ ഈ തിരുവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് തന്റെ ദൈവികമായ ശക്തി പ്രകടിപ്പിച്ച സംഭവങ്ങളൊക്കെ അനുസ്മരിച്ചുകൊണ്ട് നമ്മളുടെ കഴിവിനേക്കാൾ കൂടുതൽ ദൈവത്തിന്റെ കഴിവിൽ ആശ്രയിക്കുന്നവരായിട്ട്, ദൈവവിശ്വാസികളായിട്ട് നാം വളരണമെന്ന് തന്റെ അപ്പസ്തോലന്മാർക്ക് യേശു കൊടുക്കുന്ന പ്രബോധനത്തിലൂടെ നമ്മയും പ്രബോധനത്തിൽ നയിക്കുന്നു. നമുക്ക് കർത്താവിന്റെ ശിഷ്യഗണത്തിന്റെ ചൈതന്യത്തിൽ ജീവിക്കാം. കേവലം സംശയിക്കുന്നവരാകാതെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ പ്രബോധനങ്ങൾക്ക് പ്രത്യേകമായി സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ട് ആ പൊടിമാവിൽ നിന്ന് നമ്മെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് കാലത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കി ആനുകാലികമായ പ്രബോധനങ്ങൾക്ക് നാം വിധേയരായി പോകാതെ സനാതനമായ ദൈവിക പ്രബോധനങ്ങൾക്ക് വിധേയരായി അനുധാവനം ചെയ്യുന്നവരായി ജീവിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ടും കർത്താവിൽ നിന്നും കൃപയാചിക്കാം. കർത്താവിന്റെ വചനത്തിൽ നമ്മെ ഏർപ്പെടുത്തുന്ന ഒരു തെറ്റായ പ്രവണതയിലേക്കും നാം കടന്നു പോകാതിരിക്കുവാനായിട്ട് നമ്മെ തന്നെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. ആ തന്റെ ശിഷ്യന്മാരോട് തങ്ങളെ തന്നെ സൂക്ഷിക്കുവാൻ പറഞ്ഞതുപോലെ നമ്മോട് യേശു പറയുകയാണ്, നാം കർത്താവിന്റെ വചനത്തിന് വിധേയരായി ജീവിക്കുവാൻ. ഈ തിരുവചനം ശിരസ വഹിക്കുന്നതിന്, ജീവിതത്തിൽ പാർക്കുന്നതിന് വരവരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഞായറാഴ്ചത്തെ വചനചിന്തകൾ നമുക്ക് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം, അതിനെക്കുറിച്ച് ധ്യാനിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.